ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഷങ്സുവിനെ കാണാൻ വേണ്ടിയിട്ട് നീ സൺഡേ ആയിട്ടും ഷാങ്ങായിലേക്ക് വന്നിരിക്കുന്നത് വരെയാണ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷങ്സു സൺഡേ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഷങ്സുവിൻ്റെ കൂടെയുള്ള ആൾ ലിനിനെ കുറിച്ചൊക്കെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. അവരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ കുറച്ച് കഴിയുമ്പോൾ നേരെ പോവുക ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് നമ്മുടെ നീ മുന്നേ കേക്ക് കഴിക്കാൻ വന്ന അതേ റെസ്റ്റോറൻറ്റിലായിരിക്കും. പക്ഷേ അവിടെ ഉണ്ടാവുക നീയല്ല, റങ്ങായിരിക്കും. അവളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. അവൾ അവൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം അവൾ പറയും അവളുടെ റൂംമേറ്റ് ആയിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് സംഗിൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അവനിപ്പോൾ വേറൊരു പെണ്ണിന് സെറ്റായപ്പോൾ ഇവളുടെ ഫ്രണ്ടിനെ വേണ്ടാന്ന് വെച്ച് പോയി എന്നൊക്കെ, അതിനെക്കുറിച്ച് വല്ലതും അറിയുമെന്നൊക്കെ സംഗിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവനില്ല എന്ന് പറയും. എന്നിട്ട് അവൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് അവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, നിനക്കിപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ സങ്ഷുവിൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷേ അവൻ അതൊന്നും ഇല്ല, ഇപ്പം എനിക്ക് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ലക്ഷ്യം എന്നൊക്കെ പറയും. അവൾ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ ഭയങ്കര ടെൻഷനിലായിരിക്കുന്നു. അവൾ ഫുഡ് കഴിക്കണമ്പോൾ അവന് മനസ്സിലാവും. നീയാണെങ്കിൽ ഷാങ്ങായിന്ന് പോകാൻ നിൽക്കായിരിക്കും. അവൾ ടാക്സി വന്ന സമയത്ത് അവൻ്റെ ബാങ്കിലേക്ക് തന്നെ നോക്കുന്നുണ്ടാവും. അവന് ഒരു വട്ടം പോലും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അവൾ തിരിച്ചു പോകാൻ പോകും. അവളുടെ ഫ്രണ്ട്സ് നിനക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ലിൻ അവൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അവന് മുന്നേ പറ്റിയ ആക്സിഡൻറ്റിൽ അവൻ്റെ കൈയിൻ്റെ ശേഷി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് അവന് ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ ജോലിക്ക് പോകാതെ ഇപ്പോൾ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവുക. പിന്നീട് അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകും. മുന്നേ നീന അവന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ ഫ്രണ്ടിനെ. ഇനി കഥയിൽ വല്ല ട്വിസ്റ്റ് സംഭവിക്കണമെങ്കിൽ ഇവൻ വരേണ്ടി വരും. അങ്ങനെ അവനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു അമ്മൂമ്മയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുക. അപ്പോൾ അവരെ രക്ഷിക്കാൻ ലിൻ പോകുമ്പോൾ ലിന്നിനും ആക്സിഡൻറ്റ് പറ്റും. അങ്ങനെ അടുത്ത ദിവസം ഒരു മീറ്റിംഗ് ആയിരിക്കും. ലിന്നായിരിക്കും അത് നടത്തേണ്ടത്. പക്ഷേ ലിന്നിന് പകരം വേറൊരാളാണ് വരിക. അയാൾ വന്നിട്ട് പറയും ഇന്നലെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. അപ്പോൾ നീ ആണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച കാരണം കൊണ്ടാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിച്ച് വിഷമിക്കും. പിന്നീട് അവിടുത്തെ ഓഫീസർ പറയും കുറേ ഫയലുകളുണ്ട്, ലിന്നിന് അത് ആരെങ്കിലും നോക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറയും. പക്ഷേ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ നീ പറയും ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും അവളെ നോക്കുന്നുണ്ടാവും. അവൾ പറയും ഞാനും ലിന്നും തമ്മിൽ പ്രശ്നമല്ലേ, അപ്പോൾ അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അങ്ങനെ അവൾ ആ ഫയലും എടുത്തിട്ട് ലിന്നിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടുത്തെ മെയ്ഡാണ് ഡോറ് തുറന്നു കൊടുക്കുക. അപ്പോൾ മെയ്ഡിൻ്റെ അടുത്ത് അവൾ ഞാൻ കുറച്ച് ഫയലായിട്ട് വന്നാൽ ഇത് നിങ്ങൾ കൊടുക്കുക അതോ ഞാൻ കൊടുക്കണമെന്ന് ചോദിക്കും. ആ സമയത്ത് മെയ്ഡ് ലിന്നിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ലിൻ പറയും നീയുടെ അടുത്ത് ഉള്ളിലേക്ക് വരാൻ. അവൾ കുറച്ച് പേടിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോവുക. എന്നിട്ട് അവൾ ആ ഫയലൊക്കെ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഇതൊക്കെ ഓഫീസിൽ നിന്ന് നോക്കാൻ തന്നതാണെന്ന് പറയും. അവൻ അതൊക്കെ ഇരുന്ന് നോക്കും. ആ സമയം മൊത്തം അവൾ പുറത്തിരിക്കും. ഇതൊക്കെ തിരിച്ചു മേടിച്ചിട്ട് പോയാൽ മതിയെന്ന് അവൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അത്രയും സമയം അവൾ അവിടെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് മെയ്ഡായിരിക്കും അവൾക്ക് ഫയൽ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. എന്നിട്ട് നാളെയും വരണം, നാളത്തെ ഫയൽസൊക്കെ എടുത്തിട്ടെന്ന് അവളുടെ അടുത്ത് പറയും. അപ്പോൾ മെയ്ഡിൻ്റെ അടുത്ത് ഇനി നാളെയും വരണമെന്ന് അവൾ ചോദിക്കും. കാരണം അവൾ ഇത് ഒരു ദിവസത്തെ മാത്രം ഒരു ഉപകാരമായിട്ട് ചെയ്തതായിരിക്കും. അവൾ പ്രാർത്ഥിച്ച കാരണം കൊണ്ടാണല്ലോ അങ്ങനെ വന്നത്. അപ്പോൾ ഒരു ദിവസത്തെ മാത്രം ഒരു ഹെൽപ്പായിട്ടായിരിക്കും അവൾ അത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അടുത്ത ദിവസം അവൾ വന്നിട്ടുണ്ടാവും. അവൾ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. അവൾ പുറത്തുള്ള ബുക്കൊക്കെ ഞാൻ വായിച്ചോട്ടെ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ അവൻ അത് വേണ്ടാന്ന് പറയും. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. അവൾ എന്നിട്ട് ആ ബുക്കൊക്കെ പോയി നോക്കുമ്പോൾ അവിടുത്തെ മെയ്ഡ് വന്ന് പറയും ലിൻ നല്ല ടാലൻ്റ് ഉള്ള ആളായിരുന്നു പഠിത്തത്തിലും പിന്നെ ഡോക്ടർ ആയപ്പോഴും. പക്ഷെ എന്താ ചെയ്യുക, ആ ആക്സിഡൻറ്റ് കാരണം കൊണ്ട് എല്ലാം മാറിപ്പോയി എന്ന് പറയും. അവൾ എന്നിട്ട് ആ ബുക്കൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവൾ ലിന്നിനെ പോയി എത്തി നോക്കും. അവൻ എന്താ ചെയ്യണമെന്നൊക്കെ. ലിൻ അത് കാണും. ലിന്നത് കാണുമ്പോൾ അവൾ ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കും. പക്ഷേ ലിൻ കൈയോടെ പിടിച്ച് അകത്തേക്ക് വരാൻ പറയും. നീ എന്താ ഒളിഞ്ഞു നോക്കണെന്നൊക്കെ എന്നിട്ട് അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഒന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് പിന്നീട് അവൾ വീട്ടിലേക്ക് പോകും. അവൾക്ക് അവൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസം അവൾ ഒരു കുന്ന് ഫയലായിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ലിനിന് മെസ്സേജ് അയച്ച് ആ ഫയലൊക്കെ ലിനിന് കൊണ്ടു കൊടുക്കും. ഇന്ന് വന്നപ്പോൾ അവൾ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ അവളടുത്ത് ചോദിക്കും നിനക്ക് എന്തോ കുറ്റബോധമുള്ള പോലെ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന്, ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ഇനി നീ എങ്ങാനാണോന്ന്. അപ്പോൾ അവൾ പറയും അങ്ങനെയൊന്നുമല്ലാന്ന്. എന്നിട്ട് അവൻ അവളടുത്ത് പറയും എനിക്കിപ്പോഴും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, പണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. പണ്ടത്തെ ആക്സിഡൻറ്റിൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. എനിക്ക് പണ്ടത്തെ വല്ല കാര്യങ്ങളും ഓർമ്മ ഉണ്ടോയെന്ന് വീണ്ടും അവളടുത്ത് ചോദിക്കും. പക്ഷേ അവൾ ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുക. അവൾക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അവന് പെട്ടെന്ന് നല്ല ദേഷ്യം വരും. എന്നിട്ട് അവളടുത്ത് അവിടെ നിന്ന് പോകാൻ പറയും. അവളും വിചാരിക്കും എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന്. പിന്നീട് അവൾ പോകുമ്പോൾ അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റത്തെ ഹെഡിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് അവൾ കാണും. അവളത് ഓഫീസിൽ വന്ന് സംസാരിക്കുമ്പോൾ ഫിനാൻസിലത്തെ ഒരു ലേഡി വന്നിട്ട് പറയും അയാൾ എന്തോ കള്ളത്തരം കാട്ടിയിട്ട് പോലീസ് പിടിച്ചോണ്ടതാണെന്ന്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവും ഇതിൻ്റെ സന്തോഷത്തിൽ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിനിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ടാവും.
അങ്ങനെ അടുത്ത ദിവസമാവും. നീക്ക് ലിന്നിനെ കുറിച്ച് ഓർമ്മയില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിലായിരിക്കും ലിന്നുള്ളത്. അവൾക്ക് ഒരു ജോലി പോലും അന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അവൾ തേരാ നടക്കായിരിക്കും. ഇയാളെന്താ എനിക്ക് ഒരു ജോലി പോലും തരാത്തതെന്ന് വിചാരിച്ചിട്ട്. ലിന്നാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് മീറ്റിങ്ങിലൊക്കെ ആയിരിക്കും. നീ അവൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടാവും. പക്ഷേ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവും. ഷങ്സു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യായിരിക്കും അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഹെഡ് അവനെ വിളിച്ചിട്ട് പറയും, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ നിനക്ക് പ്രൊമോഷനൊക്കെ വേഗം തരാമെന്ന്. ഷങ്സു പിന്നീട് ഒരു ബാറിൽ പോയി കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൻ്റെ അനിയൻ അവനെ വിളിക്കും. അപ്പോൾ അവന് പ്രൊമോഷൻ കിട്ടാൻ പോണ കാര്യമൊക്കെ അവൻ്റെ അനിയൻ്റെ അടുത്ത് പറയും. അപ്പോൾ അനിയൻ ഇതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേഗം റങ്ങിനെ വിളിച്ച് പറയും. അപ്പോൾ ഷങ്സുവിന് ദേഷ്യം വരും. എന്തിന് റങ്ങിനെ വിളിക്കണമെന്ന് ഷങ്സു അവൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അനിയനും അവൻ്റെ അടുത്ത് ചോദിക്കും. ഇനി നീ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന അനിയൻ അവൻ്റെ അടുത്ത് പറയുണ്ടാവും. അപ്പോൾ ഷങ്സുവും ഞാൻ ഇനി അതിന് തന്നെ പോകണമെന്നും പറയും. പിന്നീട് കാണിക്കുന്നത് നീയാണ്. അവളുടെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവളുടെ തുണികളൊക്കെ നോക്കുമ്പോൾ അതൊന്നും വാഷ് ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും. ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലത്തെ കീ ആണെങ്കിൽ കാണാതെ പോയിട്ടുണ്ടാവും. നമ്മുടെ നീ ഒറ്റ മൈൻഡ് ഞാൻ ബാൽക്കണി വഴി പൊയ്ക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ചാട്ടം. എന്നിട്ട് അവൾ ബാൽക്കണി കൂടെ എങ്ങനെയെങ്കിലും റൂമിലേക്ക് കയറാൻ നോക്കുമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടി നടന്നു വരികയായിരിക്കും. നമ്മുടെ ഹീറോ ഈ സീനിലാട്ടോ ആദ്യമായിട്ട് ചിരിക്കുന്നത്. ലിൻ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നീ വലിഞ്ഞ് കയറാൻ നോക്കുമായിരിക്കും. അപ്പോഴാണ് ലിൻ അവളെ കാണുക. അവളെ കണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോവും. പക്ഷേ അവൻ്റെ അടുത്തുള്ള അവൻ്റെ ഫ്രണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളെ കാണുക. അവളെ കണ്ടതും അവൻ്റെ ഫ്രണ്ട് ഒറ്റ കരച്ചിൽ, അയ്യോ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും നമ്മുടെ നീ അതാ കിടക്കണു താഴെ. കുറേ മരങ്ങളുടെ മേലെ കൂടെയൊക്കെ തടഞ്ഞിട്ട് അവൾ എങ്ങനെയൊക്കെയോ താഴെ വീഴും. ലിന്നാണെങ്കിൽ താഴെ നിൽക്കുന്നുണ്ടാവും. ചുറ്റുള്ളവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ലിൻ വേഗം ഓടിപ്പോയി അവളെ പിടിക്കും. അവനും ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അവൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.